നമസ്കാരം. ഇന്നത്തെ ചില ചുരുക്കം വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് നവംബർ 21 ശനി 2024 വാർത്തകളിലേക്ക്. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെയും മഹാരാഷ്ട്ര, ജാർഖണ്ഡ് നിയമസഭയിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിലെയും വോട്ടെണ്ണൽ ഇന്ന്. വയനാട് ലോക്സഭാ മണ്ഡലത്തിലും പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലത്തിലുമാണ് കേരളത്തിൽ ഇന്ന് വോട്ടെണ്ണൽ. വയനാടും പാലക്കാടും UDFിൻ്റെയും ചേലക്കര CPMൻ്റെയും സിറ്റിംഗ് സീറ്റുകളാണ്. മഹാരാഷ്ട്രയിൽ BJP നയിക്കുന്ന മഹായുതി സഖ്യത്തിനും ജാർഖണ്ഡിൽ NDA സഖ്യത്തിനുമാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഭൂരിപക്ഷം എക്സിറ്റ് പോൾ ഫലങ്ങളും സാധ്യത പ്രവചിച്ചത്. മുനമ്പം വഖഫ് ഭൂമി പ്രശ്നത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ച സർക്കാർ മുനമ്പത്ത് നിന്ന് ആരെയും കുടിയിറക്കില്ലെന്നും പ്രശ്ന പരിഹാരത്തിനായി ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചതായും മന്ത്രിമാരായ K. രാജൻ, P. രാജീവ്, V. അബ്ദുൾ റഹ്മാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുനമ്പം വിഷയത്തിലെ ഉന്നതതല യോഗത്തിനു ശേഷമാണ് നിർണായക തീരുമാനം മന്ത്രിമാർ അറിയിച്ചത്. ജനങ്ങൾക്ക് ആശങ്ക വേണ്ടെന്നും കരം അടയ്ക്കാനുള്ള നിയമ നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്നും ഇതിനായി ഹൈക്കോടതിയിൽ റിവ്യൂ ഹർജി നൽകുമെന്നും മന്ത്രിമാർ അറിയിച്ചു. വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് ജുഡീഷ്യൽ കമ്മീഷൻ എന്ന തീരുമാനത്തിലേക്ക് എത്തിയതെന്നും സങ്കീർണമായ വിഷയമായതിനാൽ സർക്കാരിന് ഒറ്റയ്ക്ക് പരിഹാരം കാണാൻ ബുദ്ധിമുട്ടുണ്ടെന്നും മന്ത്രി P. രാജീവ് പറഞ്ഞു. വഖഫ് ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ അന്വേഷണം നടത്താനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ മുനമ്പം സമരസമിതി തർക്കപരിഹാരം വീണ്ടും നീണ്ടുപോകാനാണ് സാധ്യതയെന്നും അതിനാൽ സമരം തുടരുമെന്നും സമരസമിതി അറിയിച്ചു. തീരുമാനം നിരാശാജനകമാണെന്നും കുടിയിറക്കില്ലെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ലെന്നും തങ്ങളുടെ അവകാശങ്ങൾ ഉറപ്പാക്കണമെന്നും പ്രതിഷേധക്കാർ പ്രതികരിച്ചു. സർക്കാർ തീരുമാനത്തെ തള്ളി പ്രദേശവാസികൾ മുനമ്പത്ത് പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനവും നടത്തി. മുനമ്പത്തെ പാവങ്ങൾക്ക് സർക്കാർ നീതി നിഷേധിക്കുമെന്നും ജുഡീഷ്യൽ കമ്മീഷൻ നിയോഗിച്ച തീരുമാനത്തോട് പ്രതിപക്ഷത്തിന് യോജിപ്പില്ലെന്നും BD സതീശൻ 10 മിനിറ്റ് കൊണ്ട് സർക്കാരിന് തീർക്കാവുന്ന ഒരു വിഷയം മനഃപൂർവ്വം വൈപ്പിക്കുകയാണെന്നും ഇതിലൂടെ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാർ ശക്തികൾക്ക് സർക്കാർ തന്നെ അവസരം ഒരുക്കിക്കൊടുക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മുനമ്പം വഖഫ് ഭൂമി പ്രശ്നം പരിഹരിക്കാനുള്ള ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണ റിപ്പോർട്ട് വൈകില്ലെന്ന് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ സമാധാനപരമായി പ്രശ്നം പരിഹരിക്കുകയാണ് ലക്ഷ്യമെന്നും മുനമ്പത്തിലെ ജനങ്ങൾ കമ്മീഷനോട് സഹകരിക്കണമെന്നും ജസ്റ്റിസ് CN രാമചന്ദ്രൻ പറഞ്ഞു. വഖഫ് ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട് മുനമ്പത്തെ സമരസമിതിയുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തും. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ഓൺലൈനാണ് ചർച്ച. വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച സമരക്കാർ പ്രതിഷേധം ഉയർത്തുന്ന പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി ചർച്ച നടത്തുന്നത്. മുനമ്പം ഭൂമി ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ വിൽപ്പന നടത്തിയത് തെറ്റെന്ന് വഖഫ് സംരക്ഷണ സമിതി. വഖഫ് ഭൂമി വിൽപ്പന നടത്താൻ അനുവാദമില്ലെന്നും നിയമവിരുദ്ധമായി ഭൂമി വിൽപ്പന നടത്തിയാൽ ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ മറുപടി പറയണമെന്നും സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു. സംസ്ഥാനത്ത് ഡിസംബർ 10 നടക്കുന്ന തദ്ദേശ സ്ഥാപന ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നവരുടെ ഇടത് കൈയിലെ നടുവിരലിലാണ് മായാത്ത മഷി പുരട്ടേണ്ടെന്ന നിർദ്ദേശവുമായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നവംബർ 13, 20 തീയതികളിൽ സംസ്ഥാനത്ത് നടന്ന ലോക്സഭാ, നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സമ്മതിദാനാവകാശം വിനിയോഗിച്ച വോട്ടർമാരുടെ ഇടത് കൈയിലെ ചൂണ്ടുവിരലിൽ പുരട്ടിയ മഷി അടയാളം പൂർണ്ണമായി മാഞ്ഞുപോകാൻ ഇടയില്ലാത്തതിനാണിത്. തദ്ദേശ സ്ഥാപന ഉപതെരഞ്ഞെടുപ്പുകൾ വോട്ട് ചെയ്യാനെത്തുന്നവരുടെ നിജസ്ഥിതി ബോധ്യപ്പെടുത്താൻ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് സഹായകരമാകുന്നതിനാണ് കൂടിയാണ് ഈ നടപടി. വടകര കാഫൂർ സ്ക്രീൻഷോട്ട് കേസിൽ ഈ മാസം 20-നകം പോലീസ് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് വടകര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. ഇന്നലെ റിപ്പോർട്ട് സമർപ്പിക്കാത്തതിൽ കോടതി അതൃപ്തി പ്രകടിപ്പിച്ചു. ഇന്നലെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹാജരാക്കണമെന്നായിരുന്നു 2 ആഴ്ച മുമ്പ് കേസ് പരിഗണിച്ചതിൽ പോലീസിന് കോടതി നൽകിയിരുന്ന കർശന നിർദ്ദേശം. ഇന്നലെ രാവിലെ കേസ് പരിഗണിച്ചപ്പോൾ അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നു എന്നായിരുന്നു പോലീസ് അറിയിച്ചത്. വേട്ടയാടലും ഭീഷണിയും തന്നോട് വേണ്ടെന്ന് ഇതുവരെ പറയാത്ത കാര്യങ്ങൾ തന്നെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നും മന്ത്രി സജി ചെറിയാന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതൊക്കെ പറഞ്ഞാൽ പലരുടെയും യഥാർത്ഥ മുഖങ്ങൾ നാടറിയുമെന്നും സജി ചെറിയാൻ ഫേസ്ബുക്കിൽ കുറിച്ച്. എന്നാൽ അരമണിക്കൂറിൽ മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു. പത്തനംതിട്ടയിലെ അമ്മു സജീവിന്റെ മരണത്തിൽ അറസ്റ്റിലായ 3 പേരെയും റിമാൻഡ് ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം 3 പ്രതികളെയും കോടതിയിൽ ഹാജരാക്കിയപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടെങ്കിലും 14 ദിവസത്തേക്ക് പ്രതികളെ റിമാൻഡ് ചെയ്തുകൊണ്ട് കോടതി ഉത്തരവിടുകയായിരുന്നു. പ്രതികളുടെ മൊബൈൽ ഫോണിൽ തെളിവുകളുണ്ടെന്നും ജാമ്യം നൽകിയാൽ അത് നശിപ്പിക്കപ്പെടുമെന്നും അന്വേഷണ കോടതിയിൽ വാദിച്ചു. അമ്മുവിന്റെ മരണത്തിലെ ദുരൂഹത നീക്കാൻ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം സർക്കാരിനെ സമീപിക്കും. എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിന്റെ ഉടമസ്ഥാവകാശം കൊച്ചിൻ ദേവസ്വം ബോർഡിന് ആണെന്ന കേരള ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീം കോടതി. ഉടമസ്ഥാവകാശം സംബന്ധിച്ച് ഹൈക്കോടതി അന്തിമ ഉത്തരവ് പുറപ്പെടുവിച്ചില്ലെന്ന് ജസ്റ്റിസുമാരായ ബേല M. ത്രിവേദി, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവർ അടങ്ങിയ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ശബരിമല റോപ്പ് വേ തറക്കൽ 24 മാസം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കുമെന്ന് കരാർ കമ്പനി. പദ്ധതിയുടെ ഭാഗമായി ഏറ്റെടുക്കുന്ന വനഭൂമിക്ക് പകരം റവന്യൂ ഭൂമി വിട്ടു നൽകിയതാണ് ഉത്തരവ് വനവകുപ്പിന് കൈമാറി. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് അനുമതി കൂടി ലഭിച്ചാൽ ശബരിമല റോപ്പ് വേ നിർമ്മാണം തുടങ്ങാനാവും. 14 വർഷം പഴക്കമുള്ള പദ്ധതിയാണ് യാഥാർത്ഥ്യമാകുന്നതിനായി കാത്തിരിപ്പ് തുടരുന്നത്. ശബരിമലയിൽ ദർശനത്തിനായി വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്ന ഭക്തരിൽ 20 മുതൽ 20% വരെ എത്താറില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ അറിയിച്ചു. കൈക്കൂലി വാങ്ങുന്നതിനിടെ എറണാകുളം അസിസ്റ്റന്റ് ലേബർ കമ്മീഷണർ പിടിയിലായി. ഉത്തർപ്രദേശ് സ്വദേശി അജിത് കുമാറാണ് പിടിയിലായത്. BPSCL കമ്പനിയിൽ ലേബർ തൊഴിലാളികളെ കയറ്റുന്നതുമായി ബന്ധപ്പെട്ട കൈക്കൂലി വാങ്ങിയത് കാക്കനാട് ഒലിമുകളിലെ കേന്ദ്ര ഡെപ്യൂട്ടി ചീഫ് ലേബർ കമ്മീഷണർ ഓഫീസിൽ വെച്ച് ഇന്നലെ രാവിലെയായിരുന്നു സംഭവം.
മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ അജിത് പവാറുമുള്ള സഖ്യങ്ങൾ നീക്കാതെ തള്ളാതെ രമേശ് ചെന്നിത്തല ഫലം വന്നതിനു ശേഷം ആവശ്യമെങ്കിൽ ചർച്ച നടത്തുമെന്നും ഇന്ത്യ മുന്നണിക്ക് കേവലം ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് അവസാന വിലയിരുത്തലെന്നും ഫലം അറിഞ്ഞ ശേഷം കോൺഗ്രസ് എംഎൽഎമാരുടെ പ്രത്യേകം വിളിക്കാനാണ് തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു. മത്സ്യബന്ധന ബോട്ട് നാവികസേനയുടെ മുങ്ങിക്കപ്പലുമായി കൂട്ടിയിടിച്ച് രണ്ടുപേരെ കാണാതായി കിഴക്കൻ ഗോവ തീരത്ത് നിന്ന് 70 നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടമുണ്ടായെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു. മഹാകുംഭമേളയിൽ പങ്കെടുക്കാനെത്തിയവരെ നിരീക്ഷിക്കാനായി AI ക്യാമറകൾ സജ്ജീകരിക്കാൻ UP സർക്കാർ. കുംഭമേളയ്ക്ക് എത്തിയവരിൽ ആരെങ്കിലും കാണാതായാൽ അവരെ കണ്ടെത്തുന്ന AI ക്യാമറകളും ഒപ്പം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്ക്, X എന്നിവയുടെ സേവനം ഉറപ്പാക്കും. മഹാകുംഭമേളയിൽ ഇത്തവണ 45 കോടി ആളുകൾ പങ്കെടുക്കുമെന്നാണ് വിലയിരുത്തൽ. ചാണ്ടിഗഡിലെ ഏറ്റുമുട്ടലിൽ 10 മാവോയിസ്റ്റുകളെ വധിച്ചു. വംശീയ കലാപം രൂക്ഷമായ മണിപ്പൂരിലേക്ക് 10,000 സൈനികരെ കൂടി കേന്ദ്രം അയക്കുമെന്ന് മണിപ്പൂർ ശ്രേഷ്ഠ ഉപദേഷ്ടാവ് അറിയിച്ചു. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് BJP ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താണ്ഡവയുടെ വക്കീൽ നോട്ടീസ്. സൗരോർജ്ജ പദ്ധതികൾ കരാർ കിട്ടാൻ ഇന്ത്യയിൽ കൈക്കൂലി നൽകിയെന്ന കേസിൽ അദാനി ഗ്രൂപ്പിന്റെ നിയമനടപടിയിൽ അമേരിക്കൻ പ്രസിഡന്റ് അറോടെയെന്നും അദാനിക്കെതിരെ വാറന്റിനെക്കുറിച്ച് അറിയാമെന്നും സ്ഥിരീകരിച്ച് വൈറ്റ് ഹൌസ്. ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ തിരിച്ചടിച്ച് ഇന്ത്യ. ഓസ്ട്രേലിയയുമായി ആദ്യ ടെസ്റ്റിന് ഇറങ്ങിയ ആദ്യ ഇന്നിംഗ്സ് വെറും 150 റൺസിനാണ് പുറത്ത്. എന്നാൽ അതേ ശക്തിയിൽ തിരിച്ചടിച്ച ഇന്ത്യ ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ വെറും 67 റൺസിന് ഓസ്ട്രേലിയയുടെ 7 വിക്കറ്റിൽ വീഴ്ത്തി. 10 ഓവറിൽ 17 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 4 വിക്കറ്റ് എടുത്ത ബുംറ തന്നെയാണ് ഓസ്ട്രേലിയയെ തകർക്കുന്നതിലും മുന്നിൽ നിന്ന് നയിച്ചത്. സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് 60 ശാഖകളുമായി കേരളത്തിൽ സാന്നിധ്യം ശക്തമാകുന്നു. സംസ്ഥാനത്തെ 530 നെറ്റ്വർക്ക്സ് ആശുപത്രികളുടെയും 53,000 ഏജന്റുമാരുടെയും ശക്തമായ ശൃംഖലയുള്ള സ്റ്റാർ ഹെൽത്ത് 20 ലക്ഷം ആളുകൾക്കാണ് പരിരക്ഷ നൽകുന്നത്. വിപണി വിഹിതം 72%. 5 വർഷത്തിനിടെ 2,650 കോടി രൂപയുടെ ക്ലെയിമുകൾ തീർപ്പാക്കി. സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ബിസിനസ് പ്രവർത്തനങ്ങളുടെ പ്രധാന വിപണിയാണ് കേരളം. തെലുങ്കിന്റെ നാഗചൈതന്യ നായകനായി വരാനിരിക്കുന്ന ചിത്രമാണ് തണ്ടേൽ. ഒരു യഥാർത്ഥ സംഭവത്തിന്റെ കഥയാണ് ചിത്രം പ്രമേയമാക്കുന്നതാണ് റിപ്പോർട്ടുകൾ. രാഹുൽ കല്യാൺ കഥയും തിരക്കഥയും എഴുതി ഉപേനി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ടൈറ്റിൽ